ഒരു പിടിയും തരാതെ ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾക്കൊപ്പം നമ്മളും പരസ്പരം മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പരസ്പരം കണ്ടുമുട്ടേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് വേർപാട് താങ്ങാവുന്നതിലും അപ്പുറം. May I come in, madam? Yes. ഇരിക്കൂ. എന്തായി പോയ കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു മാഡം. ഹോസ്പിറ്റലും ലോഡ്ജിലും അവര് പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു. അറിഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ അത്ര സുഖമുള്ളതല്ല. ഞാൻ പറയുന്നത് മാഡത്തെ ബുദ്ധിമുട്ടിക്കുമെങ്കിൽ ക്ഷമിക്കാം. പക്ഷേ എനിക്കിത് പറയാതിരിക്കാനും കഴിയുന്നില്ല. അന്വേഷിച്ചെന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ ഫീഡ്ബാക്കുകൾ ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഒരാള് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. സംശയമാണ് മാഡം. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് കൂടുതൽ അന്വേഷിച്ചാലേ പറയാൻ പറ്റൂ. എന്തൊക്കെയാ റസാക്കി പറയുന്നത്? വിഷ്ണുവേട്ടന് എന്ത് പറ്റിയെന്നായി പറയുന്നത്? മാഡം, ഇവിടെ ഒരുപാട് അനാഥ ശവങ്ങൾ ആളും അർത്ഥവും ഉണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെ എരിഞ്ഞു തീരുന്നുണ്ട്. അതുപോലെ എരിഞ്ഞിറങ്ങിയ ഒരു ബോഡിയെക്കുറിച്ച് ഞങ്ങൾക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരിക്കലും നമ്മൾ അന്വേഷിച്ചു നടക്കുന്ന ആളെന്ന് ഉദ്ദേശിച്ചല്ല ഞാൻ മാഡത്തോട് പറയുന്നത്. അങ്ങനെ മാഡം കരുതുകയും ചെയ്യരുത്. ഞാൻ അയാളെ വിളിപ്പിക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു ഫൈനൽ കൺക്ലൂഷൻ അല്ല. നമ്മളിലും അയാളിലുമുള്ള ഒരു സംശയം തീർക്കൽ മാത്രം. അയാളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇങ്ങോട്ട് നീങ്ങിക്ക്. മാഡം, ഇത് മാരിയപ്പൻ, മധുരയിലെ ആംബുലൻസ് ഡ്രൈവറാണ്.